നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ എൽ ക്ലാസിക്കോ ഹൈപ്പുകളൊക്കെ പലരും കൊടുക്കുന്നത് കണ്ടു. അതിനുള്ള കളിയുണ്ടോ? എം ഐ വേഴ്സസ് സി എസ് കെ എന്ന് ചോദിക്കുന്നവരുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എം ഐ 104 ഓൾ ഔട്ടായി. 103 റൺസിൻ്റെ വമ്പൻ തോൽവി സി എസ് കെയോട് ഏറ്റുവാങ്ങി എന്നൊക്കെ പറഞ്ഞാലും ഈ കളിയിൽ തീർച്ചയായിട്ടും നല്ല ടാക്റ്റിക്കൽ ബാറ്റിൽ നടന്നിട്ടുണ്ട്. എസ്പെഷ്യലി സി എസ് കെയുടെ ബാറ്റിങ്ങിൻ്റെ സമയത്ത്. അതോടൊപ്പം തന്നെ രണ്ട് ടീമിൻ്റെ ഭാഗത്തും ശരിക്കും പറഞ്ഞാൽ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു കളിക്കുമ്പോൾ. അതിൻ്റെ പ്ലൻറ്റി ഓഫ് എക്സാമ്പിൾസ് താരങ്ങളുടെ ഭാഗത്ത് നമ്മൾ കണ്ടു. ഇത് ഹൈപ്പിനുള്ള കളിയുണ്ട്. ഇപ്പോൾ ആദ്യ പന്ത് തന്നെ സംഭവിച്ച് നമുക്കറിയാലോ. റുദർഫോർഡ് പന്തെറിഞ്ഞു കൊടുത്തത് കൃത്യമായിട്ട് കീപ്പർക്ക് കളക്ട് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ള ത്രോ വരുന്നു. അത് അപ്പുറത്തേക്ക് പോകുന്നു. ബാക്കപ്പ് ചെയ്യുന്ന ഫീൽഡർക്കും അത്ര നീറ്റ്ലി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ബൂംറ തൻ്റെ ഫീൽഡേഴ്സിനെ കാമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നിട്ട് ബൂംറ തന്നെ പിന്നെ നോ ബോൾ എറിയുന്നു. അതായത് ഒരു ബിഗ് മാച്ചിൻ്റെ എല്ലാ പ്രഷറും താരങ്ങൾക്കുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. കളി പുരോഗമിക്കവേ നമ്മൾ വീണ്ടും കണ്ടു തിലകും ജെയ്മി ഓവേർട്ടനും തമ്മിൽ വലിയ ആർഗ്യുമെൻറ്റിലേക്ക് പോകുന്നത്. പക്ഷേ അധിക സമയത്ത് നിന്നില്ല. അതങ്ങനെ അങ്ങ് അവസാനിച്ചു. കളി കഴിഞ്ഞിട്ട് രണ്ടുപേരും ഹഗ് ചെയ്തു. കളിയിലുള്ളത് കളിക്കളത്തിൽ, അതിനപ്പുറത്തേക്ക് അവരെടുത്തിട്ടില്ല. നല്ലത്. പിന്നെ രണ്ട് ടീമും സാഹചര്യത്തിനനുസരിച്ച് പോരാടാനുള്ള ശ്രമങ്ങൾ നടത്തി. അതിൽ പക്ഷേ എം ഐക്കൊട്ടും സക്സസ്ഫുൾ ആവാൻ പറ്റിയില്ല എന്നുള്ളിടത്താണ് ഈ ബിഗ് മാർജിനിലുള്ള വിജയം സി എസ് കെക്ക് ലഭിക്കുന്നത്. അതായത് ഈ ഒരു സ്കോർ കാർഡ് മാത്രം നോക്കിയിട്ട് ടാക്ടിക്സും പ്ലാനും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഓരോ പ്രധാനപ്പെട്ട മത്സരങ്ങൾ കഴിയുമ്പോഴും വിശദമായ റിവ്യൂവിലേക്ക് കടക്കാറുണ്ട്. അത് പ്രധാനപ്പെട്ട ക്രിക്കറ്റ് പോർട്ടലുകളുടെ വിലയിരുത്തലുകളും ക്രിക്കറ്റ് നിരീക്ഷകരുടെ അഭിപ്രായങ്ങളും ഒക്കെ നമ്മൾ റെഫർ ചെയ്ത് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി ചേർത്ത് അവതരിപ്പിക്കുന്നതാണ്. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ നിരീക്ഷണങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. വാങ്കഡയിലെ പിച്ചിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വന്ന സി എസ് കെ സഞ്ജു സാംസണിൻ്റെ 101 അപരാജിതമായ 101 നോട്ട് ഔട്ട്, അതിൻ്റെ ഫലമായിട്ട് 207 റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ 19 ഓവറിൽ 104 റൺസിന് മുംബൈ ഇന്ത്യൻസ് ഓൾ ഔട്ടായി. തിലക് 37, സൂര്യകുമാർ 35. ഇതാണ് അവരുടെ പ്രധാന ബാറ്റർമാരുടെ സംഭാവനയായിട്ട് വന്നത്. മറുഭാഗത്ത് സി എസ് കെക്ക് വേണ്ടി വെറും 17 റൺസിന് 4 വിക്കറ്റ് എടുത്ത് അഖിൽ ഹുസൈൻ കളി പിടിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, സാധാരണ വാങ്കഡെ പിച്ച് പോലുള്ളൊരു പിച്ചായിരുന്നില്ല. വാങ്കഡയിൽ ഈ പറഞ്ഞ പോലെ സ്പിന്നർമാർ വാഴുന്നത് നമ്മൾ അങ്ങനെ കാണാറില്ല. അവിടെയാണ് നൂർ അഹമ്മദും അഖിൽ ഹുസൈനും ഒക്കെ ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള മാജിക്കൽ പെർഫോമൻസ് നടത്തുന്നത്. 8 ഓവറുകൾ അവർ ബൗൾ ചെയ്തിട്ട് വെറും 41 റൺസ് മാത്രം വിട്ടുകൊടുത്തിട്ട് 6 വിക്കറ്റ് അവർ പിഴുതെടുത്തു. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കളിയുടെ മാറ്റം എന്ന് പറയുന്നത്. മറുഭാഗത്ത് മുംബൈ ഇന്ത്യൻസിൻ്റെ സ്പിന്നർമാർ 2 പേര്, സാന്നറും അല്ലാ ഗസിൻഫറും കൂടി 8 ഓവറിൽ നിന്ന് വിട്ടുകൊടുത്തത് 69 റൺസാണ്. 3 വിക്കറ്റാണ് അവർക്ക് ലഭിച്ചത്. ദാറ്റ്സ് ദി ഡിഫറൻസ്. വാങ്കഡയിൽ ഒരു T20 മത്സരത്തിൽ സ്പിന്നർമാർ 9 വിക്കറ്റ് എടുക്കുന്നത് അങ്ങനെ നമ്മൾ റെഗുലറായിട്ട് കാണാത്ത ഒന്നാണ്. സോ ഒരു ടാക്റ്റിക്കൽ ബാറ്റിൽ ശരിക്കും ഇവിടെ നടന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗസൻഫർ നല്ല രൂപത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ വയ്യ. സി എസ് കെയുടെ ആ ഒരു മൊമെൻറ്റം തടയുന്നതിൽ ഗസൻഫർ നല്ല രൂപത്തിൽ പണിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജസ്പ്രീത് ബുംറയും ഹാർദിക് പാണ്ഡ്യയും ചേർന്നുകൊണ്ടുള്ള ഓപ്പണിംഗ് സ്പെല്ല് പക്ഷേ നന്നായിട്ട് അടി കിട്ടുന്നു. പ്രത്യേകിച്ച് ഹാർദിക് പാണ്ഡ്യ 2 ഓവറിൽ 38 റൺസാണ് വിട്ടുകൊടുക്കുന്നത്. അദ്ദേഹം ക്വിക്ക്ലി റിയലൈസ് ചെയ്യുന്നു ബോൾ വളരെ നൈസായിട്ട് ബാറ്റിലേക്ക് വരുന്നുണ്ട്. അതാണ് തുടക്കത്തിൽ പിച്ചിൻ്റെ സ്വഭാവം. അതാണ് അപ്പോൾ ഈ പണി കിട്ടും എന്ന് കണ്ടിട്ടാണ് അല്ലാ ഗസൻഫറെ കൊണ്ടുവരുന്നത്. ഗസൻഫർ ആണെങ്കിൽ വളരെ മികച്ച രൂപത്തിൽ
കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഋതുരാജ് ഗെയ്ക്വാദിനെ പറഞ്ഞു വിടുന്നു. 14 പന്തുകളിൽ നിന്ന് 3 4ഉം 1 6ഉം അടക്കം 22 റൺസാണ് ഋതുരാജ് ഗെയ്ക്വാദ് നേടിയിരുന്നത്. പിന്നെ സർഫറാസ് ഖാൻ്റെ വരവ്. സർഫറാസ് ഖാനെ മിച്ചൽ സാന്നറാണ് പറഞ്ഞു വിട്ടത്. 2 മനോഹരമായിട്ടുള്ള ഫോറുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. ആകെ 3 4ആണ് അദ്ദേഹം അടിച്ചത്. 8 പന്തിൽ നിന്ന് 14. മിച്ചൽ സാന്നർ സ്വീപ്പ് ചെയ്ത് ബൗണ്ടറി അടിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും സ്വീപ്പ് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തി. സാന്നർ ഗുഡ് ലെങ്ത്തിൽ തന്നെ പന്തെറിഞ്ഞു, പക്ഷേ ബോൾ സ്ലോ ആക്കി. ആ ബോളിൻ്റെ പേസിലെ വേരിയേഷനിലാണ് ശരിക്കും പറഞ്ഞാൽ സർഫറാസ് ഖാൻ വീണ് പോകുന്നത്. അപ്പോൾ പവർ പ്ലേയിൽ പേസർമാർക്ക് പണി കിട്ടുന്നു എന്ന് കണ്ടിട്ട് സ്പിന്നർമാരെ ഇറക്കാനുള്ളൊരു ശ്രമത്തിലേക്കാണ് നമ്മുടെ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ പോകുന്നത്. എന്നാൽ അതിനൊരു കൗണ്ടർ എന്ന രൂപത്തിൽ ശിവൻ ദ്യൂബയെ ഇറക്കുന്നു. ടാക്ടിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് കളിയാണ്. ശിവൻ ദ്യൂബെ ഇറക്കുന്നു, പക്ഷേ CSKക്ക് ആ ശിവൻ ദ്യൂബയിൽ നിന്ന് വലിയ സംഭാവന ഒന്നും ലഭിച്ചില്ല. 8 പന്തിൽ നിന്ന് 5 റൺസാണ് അദ്ദേഹം നേടിയിരുന്നത്. തിരിച്ചടി ശരിക്കും അവിടെ നമ്മൾ ഭയക്കുന്നു. ഇപ്പോൾ CSK സംബന്ധിച്ചിടത്തോളം അവരുടെ പവർ പ്ലേയിൽ 6 ഓവറിൽ 2 വിക്കറ്റ് മാത്രമാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. 72 റൺസിന് മുകളിൽ അവർ അടിക്കുകയും ചെയ്തു. 70 റൺസിന് മുകളിൽ അടിച്ചു. ദാറ്റ്സ് എ ഗുഡ് സ്റ്റാർട്ട്. പക്ഷെ പിന്നാലെ ശിവൻ ദ്യൂബെ പുറത്താവുന്നു. 91-ന് 3 എന്ന രൂപത്തിലേക്ക് അവർ വീഴുന്നു. അങ്ങനെ ഒരു ഭാഗത്ത് വിക്കറ്റുകൾ വീഴുന്നുണ്ട്. എന്നാൽ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, കൃത്യമായിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയത് അപ്പോഴും സഞ്ജു സാംസണാണ്. ഇപ്പോൾ ഡേവിഡ് ബ്രവിസ് വരുന്നു. ഇപ്പോൾ ഈ സ്പിന്നേഴ്സിനെ ഇട്ടിട്ട് റണ്ണ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമൊക്കെ നടത്തുന്നു. ഒരു ഘട്ടത്തിൽ 3.3 ഓവറുകൾക്കിടയിൽ ഒറ്റ ബൗണ്ടറി മാത്രം CSK അടിച്ച് നിൽക്കുന്ന അവസ്ഥയുണ്ടായി. ആ ഘട്ടത്തിലാണ് ഡേവിഡ് ബ്രവിസ് എത്തുകയും മിച്ചൽ സാന്നറിനെതിരെ 2 സിക്സറുകൾ പറത്തുകയും ചെയ്യുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വീണ്ടും CSKക്ക് തിരിച്ചടിയായിട്ട് ബ്രവിസിനെ പറഞ്ഞു വിടുന്നത് അശ്വിനി കുമാറാണ്. 11 പന്തിൽ നിന്ന് 1 4ഉം 2 6ഉം അടക്കം അദ്ദേഹം 21 റൺസ് അടിച്ചിരുന്നു. ആ ഘട്ടത്തിൽ CSKയുടെ ബാറ്റിങ്ങിന് പിന്നെ ബാറ്റർമാരെന്ന് പറയാൻ കാർത്തിക് ശർമ്മയും ജെയ്മി ഒവേർട്ടിനും മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. അവിടെയാണ് സഞ്ജുവിൻ്റെ വളരെ മനോഹരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയ കാഴ്ച നമ്മൾ കാണുന്നത്. ഇപ്പോൾ ബ്രവിസ് 11 പന്തിൽ നിന്ന് 21 എന്ന നിലയിൽ പോകുമ്പോൾ CSKയുടെ സ്കോർ ബോർഡിൽ 122-ന് 4 എന്ന രൂപത്തിലാണ്. ഇനി എന്ത് ചെയ്യും? ഇനി പിന്നാലെ വരാനുള്ളത് വലിയ ബാറ്റർമാരൊന്നുമില്ല. സഞ്ജു സാംസൺ അവിടെ നിന്ന് കാര്യങ്ങൾ ഏറ്റെടുക്കുന്നു. അവിടെ നിന്ന് എന്നല്ല, അതിന് മുമ്പ് തന്നെ അദ്ദേഹം നന്നായിട്ടാണ് കളിക്കുന്നത്. അവിടെ നിന്ന് തൻ്റെ വിക്കറ്റ് പോവില്ല എന്ന് ഉറപ്പാക്കി, അവസാനം വരെ താൻ ക്രീസിലുണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പാക്കി, തൻ്റെ ഗെയിം റീഅസസ് ചെയ്ത് ടീമിന് വേണ്ടത് എന്താണോ അതനുസരിച്ച് സഞ്ജു കളിക്കാൻ തീരുമാനിച്ചിടത്താണ് ഈ ഇന്നിങ്സ് 200 പോകുന്നത്. കാരണം CSKക്ക് 200 റൺസ് വേണമായിരുന്നു. ടോസ് നഷ്ടപ്പെട്ടിട്ട് വാങ്കഡിൽ ആദ്യം ബാറ്റ് ചെയ്യാന്നുള്ളൊരു ഡിസഡ്വാൻറ്റേജാണ്. ആ ഡിസഡ്വാൻറ്റേജിനെ മറികടക്കണമെങ്കിൽ എത്താവുന്ന പരമാവധി സ്കോറിലേക്ക് എത്തണം. അതാണ് സഞ്ജു സാംസൺ അവിടെ ചെയ്ത് കാണിച്ചത്. ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞാൽ MIയുടെ ഭാഗത്ത് നിന്ന് അവർക്ക് കൃത്യമായ പ്ലാനുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്ലാനുകൾ എപ്പോഴും കൃത്യമായിട്ട് അവർ നടപ്പാക്കിയിട്ടൊന്നുമില്ല. അതായത് കൃത്യമായി അവർ ചില ഘട്ടങ്ങളിൽ പന്തെറിയുന്നു, ചിലപ്പോൾ ഓഫ് സ്റ്റമ്പിന് ഒരുപാട് വെളിയിൽ എറിയുകയും ചിലപ്പോൾ ലെഗ് സൈഡിലേക്ക് ഈസിലി കളിക്കാൻ പറ്റുന്ന രൂപത്തിലും അവരുടെ പന്തുകൾ വന്നുകൊണ്ടിരുന്നു. പ്ലാൻ എക്സിക്യൂഷൻ ചില ഘട്ടങ്ങളിൽ പാളിയിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ സഞ്ജു സാംസൺ വളരെ മാസ്മരികമായ ടച്ചിലായിരുന്നു. ബുംറയ്ക്കെതിരെ കവർ പോയിന്റിലൂടെ മനോഹരമായിട്ടുള്ളൊരു ബൗണ്ടറി, ഫസ്റ്റ് ബൗണ്ടറി ഇന്നിങ്സിൽ അങ്ങനെയാണ് വരുന്നത്. ഹാർദിക് പാണ്ഡ്യക്കെതിരെ പാഡിലേക്ക് വന്ന പന്തെടുത്ത് സിക്സർ അടിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഡിറ്റർമൈൻഡ് ആയിട്ട് തന്നെയാണ് തുടക്കം മുതൽ കളിച്ചു വന്നത്. പക്ഷേ ഒരു ഘട്ടത്തിൽ നോക്കുക, സഞ്ജു സാംസൺ 44 റൺസ് 20 പന്തിൽ നിന്ന് എന്ന രൂപത്തിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് CSKയുടെ വിക്കറ്റുകൾ വീടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കാര്യം മനസ്സിലാക്കി, താനിവിടെ നിന്നേ പറ്റൂ. സഞ്ജു പിന്നീട് 15 റൺസാണ് അടുത്ത 14 പന്തുകളിൽ നിന്ന് നേടുന്നത്. ഒരേ ഒരു ബൗണ്ടറിയാണ് 7.5 ഓവർ മുതൽ 15.1 ഓവർ വരെയുള്ള ആ ഒരു ഗ്യാപ്പിൽ അദ്ദേഹം ആകെ അടിക്കുന്നത് ഒരേ ഒരു ബൗണ്ടറിയാണ്. അതിൻ്റെ കാരണം എന്താ? ആ ഘട്ടത്തിൽ CSKക്ക് സഞ്ജു സാംസണിനെ നഷ്ടപ്പെടാൻ പാടില്ലായിരുന്നു. അത് സഞ്ജുവിനേറെ നന്നായിട്ട് അറിയാമായിരുന്നു. കാരണം 200 റൺസിൽ താഴെ ഒരു സ്കോർ വരാൻ പാടില്ല. സെറ്റിലായിട്ടുള്ള സഞ്ജുവിനെ പോലുള്ളൊരു ബാറ്റർ അവിടെ ക്രീസിൽ നിന്നെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ എന്നറിയാമായിരുന്നു സഞ്ജുവിന്. അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് കൃത്യമായിട്ട് കാത്തു.
അതനുസരിച്ച് പിന്നീട് കാര്യങ്ങൾ മുന്നോട്ട് പോയി. അപ്പോൾ ഹാർദിക്ക് ആദ്യം അദ്ദേഹത്തെ നല്ല അടി കിട്ടിയല്ലോ, അതിനുശേഷം പിന്നീട് അദ്ദേഹം പന്തെറിയാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. പിന്നീട് എന്താ ചെയ്ത്, ക്രിഷ് ഭഗത്ത് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് IPL സീസൺ കളിക്കുന്നു. അദ്ദേഹം 16-ാമത്തെയും 20-ാമത്തെയും ഒക്കെ ഓവറുകൾ സഞ്ജു സാംസണെതിരെ എറിയേണ്ടി വരുന്നു. സഞ്ജു അത് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് അടിക്കുന്നു. 12 ബോളുകളാണ് അയാളുടെ ഫേസ് ചെയ്യുന്നത്. ശരിയാണ്, അവസാന ഓവറിൽ സിംഗിളുകൾ ഓടേണ്ട എന്നും വെച്ചു. എന്നിട്ടും 31 റൺസാണ് അയാൾക്കെതിരെ സഞ്ജു അടിച്ചത്. അതിൽ 3 സിക്സറുകളും 3 ഫോറുകളും ഉണ്ടായിരുന്നു എന്ന കാര്യം ശ്രദ്ധിക്കണം. അവസാന ഓവറിൽ അഖിൽ ഹുസൈനും അതുപോലെ സഞ്ജു സാംസണും ചേർന്ന് ആ ഓവറിന് തൊട്ട് മുമ്പ് കാര്യങ്ങളൊന്ന് അസസ് ചെയ്ത് ഒരു തീരുമാനമെടുത്തു. മുഴുവൻ പന്തുകളും, അവസാന ഓവറിലെ മുഴുവൻ പന്തുകളും സഞ്ജു നേരിടുക. അങ്ങനെയാണെങ്കിലാണ് മാക്സിമം സ്കോറിലേക്ക് ടീമിന് പോകാൻ പറ്റുകയുള്ളൂ. അത് നടത്തി കാണിച്ചു. ബൗണ്ടറിയും സിക്സറുകളും ഒക്കെ വന്ന് അതിൻ്റെ ഫലമായിട്ട് 101 റൺസിലേക്ക് സഞ്ജു സാംസൺ എത്തുകയും ചെയ്തു. നോക്കുക, ആ സെഞ്ചുറി എത്രത്തോളം ആ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും മികച്ചതാണ് എന്ന് കാണിക്കുന്നതാണ്. പിന്നാലെ വന്നിട്ട് ജസ്പ്രീത് ബുംറ അഭിനന്ദിക്കുന്നു, ഹാർദിക് പാണ്ഡ്യ വന്ന സഞ്ജുവിന് കൈ കൊടുത്തിട്ട് പോകുന്നു, സൂര്യകുമാർ യാദവിൻ്റെ ഹഗ് കിട്ടുന്നു. പിന്നെ ഡ്രസ്സിംഗ് റൂമിലേക്ക് ചെല്ലുമ്പോൾ ഒരു വല്ലാത്തൊരു കെട്ടിപ്പിടുത്തമാണ് സ്റ്റീഫൻ ഫ്ലെമിംഗ് കൊടുക്കുന്നത്. യെസ്, അതിലുണ്ടെല്ലാം. ഈ കളി വിജയിപ്പിച്ചെടുക്കുന്നത് അവിടെ മുതലാണ്. പിന്നെന്താ സംഭവിക്കുന്നതെന്നറിയോ, ഒരു ഘട്ടത്തിൽ ഇമ്പാക്റ്റ് സബ്ബായിട്ട് ആര് വരും എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അഖിൽ ഹുസൈൻ ശരിക്ക് ബാറ്റിങ്ങിൻ്റെ സമയത്ത് തന്നെ ഇമ്പാക്റ്റ് സബ്ബായിട്ട് വന്നതാണ്. വീർ വരുമെന്നാണ് ഒരു സൂചന ആദ്യം ഋതു തന്നിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, അഖിൽ ഹുസൈൻ ഇറക്കാനുള്ള കാരണം എന്താണ്? ഈ പിച്ചിൻ്റെ സ്വഭാവം അപ്പോഴേക്കും കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. സ്പിന്നേഴ്സിന് ഗ്രിപ്പ് കിട്ടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അഖിൽ ഹുസൈനെ സംബന്ധിച്ചിടത്തോളം SRH-നെതിരെയുള്ള കളിയിൽ അദ്ദേഹത്തെ ഡ്രോപ്പ് ചെയ്തു. എന്താ കാരണം? ആ ബിഗ് ഹിറ്റേഴ്സിൽ നിന്ന് അടി കിട്ടും എന്ന് വിചാരിച്ചിട്ട്. പവർ ഹിറ്റിംഗ് ലെഫ്റ്റ് ഹാൻഡേഴ്സ് അവർക്കുണ്ട്. ആ പവർ ഹിറ്റിംഗ് ലെഫ്റ്റ് ഹാൻഡേഴ്സ് അഖിൽ ഹുസൈന് പണി കൊടുക്കും എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹത്തെ ടാക്റ്റിക്കലി അന്ന് മാറ്റിയത്. MIക്കും ലെഫ്റ്റ് ഹാൻഡ് ബാറ്റേഴ്സ് ഉണ്ട്. പക്ഷേ അഭിഷേക് ശർമ്മയെ പോലെയോ ട്രാവിസ് ഹെഡിനെ പോലെയോ ഇഷാൻ കിഷനെ പോലെയോ അല്ല എന്നുള്ളത് നമുക്കറിയാം. അഖിൽ മികച്ച രൂപത്തിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. കിൻഡൻ ഡിക്കോക്ക് സിക്സറൊക്കെ അടിച്ചെങ്കിലും പിന്നീട് അദ്ദേഹം കാര്യങ്ങൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്തു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് വാങ്കഡയിൽ പവർ പ്ലേയിൽ അദ്ദേഹം മെയ്ഡൻ ഓവർ എറിഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹം മെയ്ഡൻ ഓവർ എറിയുന്നു. മാത്രമല്ല, അഖിൽ ഹുസൈൻ നിരന്തരം വിക്കറ്റുകൾ വീഴ്ത്തുന്നു. ആ വിക്കറ്റുകളിൽ നിന്നാണ് മുംബൈ ഇന്ത്യൻസ് വീണു പോകുന്നത്. ഡാനിഷ് മലേവാറിനെ സഞ്ജു സാംസൺ ഗോൾഡൻ ഡക്കാക്കിയിട്ട് പിടിച്ചുവിടുന്നു. പിന്നെ തിലക് വർമ്മയെ ബൗൾഡാക്കുന്ന അഖിൽ ഹുസൈൻ, അത് പ്ലേഡ് ഓൺ ആയതാണ്. സൂര്യകുമാർ യാദവ് അഖിൽ ഹുസൈൻ്റെ പന്തിൽ സർഫറാസ് ഖാനെ പിടിച്ച് പുറത്താകുന്നു. അങ്ങനെ അവരുടെ വിക്കറ്റുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് അദ്ദേഹം പിഴുതെടുക്കുന്ന കാഴ്ച കണ്ടു. അവിടെ തീർന്നു. ദമാൻദീറിനെയും ബൗൾഡാക്കി വിട്ടിരുന്നു. ദമാൻദീറും ഡക്കായിരുന്നു. അതുപോലെ തന്നെ മറുഭാഗത്ത് നൂർ അഹമ്മദ്, നൂറും തൻ്റെ എന്താണെന്ന് തെളിയിച്ചിട്ടുണ്ട്. 2 വിക്കറ്റുകൾ തുടർച്ചയായിട്ട് അദ്ദേഹവും വീഴ്ത്തി. സോ സൂര്യ വീഴുന്നതോടുകൂടി മുംബൈ ഇന്ത്യൻസിന് പിന്നെ പ്രതീക്ഷകളൊന്നും ബാക്കിയില്ലാതായി. അവർ ആ ചടങ്ങ് അങ്ങ് തീർക്കുന്നൊരവസ്ഥ മാത്രമാണ് ഉണ്ടായത്. അഖിൽ ഏതായാലും അതിമനോഹരമായിട്ട് തന്നെ പന്തെറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രകടനം കൂടി ചേർന്നതാണ് CSKയുടെ ഈ വിജയത്തിൻ്റെ അടിത്തറ. സഞ്ജുവിൻ്റെ സെഞ്ചുറി, അഖിലിൻ്റെ മാസ്മരികമായിട്ടുള്ള ബൗളിങ്, രണ്ടും കൂടി ചേർന്നപ്പോൾ CSK അനായാസം വിജയിച്ച് ചേർന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതുകൊണ്ടിപ്പോൾ CSK എല്ലാം പെർഫെക്റ്റായി വരുന്ന കളികളൊക്കെ വിജയിച്ച് കയറി തലപ്പത്തേക്ക് എത്തുമെന്നൊന്നും അല്ല നമ്മൾ പറയുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പ്രതികൂല സാഹചര്യങ്ങളിൽ പൊരുതി നിൽക്കാനും അതനുസരിച്ച് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനും ഈ CSK ടീമിന് കഴിയും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട പോയിൻ്റ്. അതിൽ സഞ്ജുവിൻ്റെ റോള് വളരെ വലുതുമാണ്. ഈ സ്കോർ കാർഡൊക്കെ നോക്കിയാൽ തന്നെ പലരും പറയും സഞ്ജു ഇല്ലെങ്കിൽ പിന്നെ CSKയുടെ കണക്കൊക്കെ വളരെ മോശം ആണ്. പക്ഷെ അതും മനസ്സിലാക്കി സഞ്ജു കളിച്ചു എന്നുള്ളിടത്താണ്. ഏതെങ്കിലും ഒരു ബാറ്റർ അവിടെ നിന്ന് സ്കോർ ചെയ്യണമായിരുന്നു. പിന്നെ ബൗളിങ്ങിൽ എക്സ് ഫാക്ടർ ഇല്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന കാര്യമൊന്നുമില്ല. ഉള്ളവർ നന്നായിട്ട് പന്തെറിയുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഇന്നലെ കൃത്യമായിട്ട് കാണുകയും ചെയ്തു. മുകേഷ് ചൗധരി, അദ്ദേഹത്തിൻ്റെ മാതാവ് മരിച്ചു. പക്ഷേ അദ്ദേഹം ഇന്നലെ കളിക്കാനിറങ്ങി. ക്വിൻ്റൻ ഡിക്കോക്കിനെ പറഞ്ഞു വിട്ടു. അദ്ദേഹത്തിൻ്റെ വക മികച്ചൊരു കോൺട്രിബ്യൂഷനാണ്. 4 ഓവറിൽ 31 റൺസിന് 1 വിക്കറ്റ്. അഖിൽ ഹുസൈൻ 4 ഓവറിൽ 17 റൺസിന് 4 വിക്കറ്റ് എടുത്ത്. അൻഷുൽ കമ്പോജ് 3 ഓവർ എറിഞ്ഞുള്ളൂ 10 റൺസിന് 1 വിക്കറ്റ്.
നൂറാമത് 4 ഓവർ 24 റൺസ് 2 വിക്കറ്റ്. ജെയ്മി ഓബേർട്ടൺ 2 ഓവർ 14 റൺസ് 1 വിക്കറ്റ്. ഗുർജപ്രീത് സിംഗ് 2 ഓവർ 7 റൺസ് 1 വിക്കറ്റ്. അതായത് ഒരാൾ മാന്ത്രിക സ്പെല്ല് നടത്തിയാൽ ബാക്കിയുള്ളവർക്ക് കൂടി അതിൻ്റെ ഫലം ലഭിക്കും എന്നുള്ളത് കൃത്യമായിട്ട് കണ്ട ഒരു ബൗളിംഗാണ് CSKയുടെ ഭാഗത്ത് നിന്ന്. വളരെ പെട്ടെന്ന് സ്കോർ കാർഡൊന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. സഞ്ജു 54 പന്തിൽ നിന്ന് 10 ഫോറും 6 സിക്സും അടക്കം 187.04 സ്ട്രൈക്ക് റേറ്റിൽ 101 റൺസ് അടിച്ച് പുറത്താതെ നിന്നപ്പോൾ സഹ ഓപ്പണർ ഋതുരാജ് ഗെയ്ക്വാദ് 14 പന്തിൽ നിന്ന് 22 റൺസ് അടിച്ചു. സർഫറാസ് ഖാൻ 8 പന്തിൽ നിന്ന് 14 റൺസ് അടിച്ചപ്പോൾ ശിവൻ ധ്യൂബെ നിരാശപ്പെടുത്തി 8 പന്തിൽ നിന്ന് 5 റൺസ്. ഡേവിഡ് ബ്രവിസ് 11 പന്തിൽ നിന്ന് 21 റൺസ്. കാർത്തിക് ശർമ്മ 2 സിക്സറുകളൊക്കെ അടിച്ചു, പക്ഷേ 19 റൺസ് പന്തിൽ നിന്ന് 18 റൺസുമായിട്ട് മടങ്ങി. ജെയ്മി ഓബേർട്ടൺ 7 പന്തിൽ നിന്ന് 15 റൺസ് അടിച്ചു. മറുപടി ബാറ്റിങ്ങിൽ QDK 7 റൺസ്, ഡാനിഷ് മലാവാർ ഡക്ക്, നമാന്തിർ ഡക്ക്, സൂര്യ 30 പന്തുകൾ എടുത്ത് 36 റൺസ് അടിച്ചു. തിലക് 29 പന്തിൽ നിന്ന് 37, ഹാർദിക് പാണ്ഡ്യ 1, റുദർഫോർഡ് ഡക്ക്, ഷാർദുൽ താക്കൂർ 6, ഭഗത് 7, പിന്നെ അശ്വിനി കുമാർ 1 നോട്ട് ഔട്ട്, ജസ്പ്രീത് ബുംറ 2. ഇതാണ് അവസ്ഥ. സോ എല്ലാ അർത്ഥത്തിലും മുംബൈക്ക് കനത്ത തിരിച്ചടി കിട്ടിയിട്ടുള്ള ഒരു കളിയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പരിണിത ഫലം എന്തായിരിക്കും? MI 7 കളി 4 പോയിൻ്റ് 8-ാം സ്ഥാനത്താണ്. MIക്ക് ഇനി പ്ലേ ഓഫ് സാധ്യതയില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും വിലയിരുത്താനായിട്ടില്ല. കളികൾ ഇനിയും ഒരുപാട് ബാക്കിയുണ്ട്. കളി പകുതിയായിട്ടുള്ളൂ. ഇനി വേണമെങ്കിലും മുന്നോട്ട് കയറാവുന്നതാണ്. പക്ഷേ എളുപ്പമല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. CSKയെ സംബന്ധിച്ചിടത്തോളം 7 കളി 6 പോയിൻ്റ്. അവർ 5-ാം സ്ഥാനത്താണ്. അത് 7-ാം സ്ഥാനത്തേക്ക് വീഴാനും സാധ്യതയുണ്ട് ഈ റൗണ്ട് കഴിയുമ്പോൾ. അല്ലെങ്കിൽ 5-ാം സ്ഥാനത്ത് തന്നെ അവർ നിൽക്കാനും സാധ്യതയുണ്ട്. സോ CSK കാര്യങ്ങൾ ഓപ്പണപ്പ് ആക്കുന്നു. ഇനി ഓരോ കളിക്കും എന്ത് കോമ്പിനേഷൻ കൃത്യമായിട്ട് അവർ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളിടത്താണ് അവരുടെ വിജയങ്ങൾ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിൽ എത്താം.